ഇത് റോക്കിക്കുട്ടികളുടെ പിറന്നാൾ ഗിഫ്റ്റാണ്. ഇതിൻ്റെ പഞ്ഞെല്ലാം എടുത്ത് അവൻ പിച്ച് തുന്നി എടുക്കും ഒരു ദിവസത്തെ തന്നെ. എന്നാലും നമുക്ക് അവനത് കൊടുക്കാം. അവൻ ഉറങ്ങുകയാണ് കേട്ടോ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു റോക്കി. റോക്കി കുട്ടി, കുട്ടീൻ്റെ ബൊമ്മ ഇവിടെ. ഇവിടെ മണ്ണുവാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ഈ കളിപ്പാട്ടും 3 പേർ കൂടി ചേർന്ന് വാങ്ങിയതാട്ടാ. അല്ലെങ്കിൽ വഴക്കുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ആരെ വിളിക്കുകയാണ്. 3 പേരും വിളിച്ചപ്പോൾ 2 പേരും വന്ന് കളിപ്പാട്ടം ഞാൻ കയ്യിൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ റോമിക്ക് പിന്നെ ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവനത് മണപ്പിച്ച് നോക്കിയിട്ട് അവൻ പോയി. റേംബോ കുട്ടി പിന്നെ ക്യാരറ്റിൻ്റെ മാത്രം ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. അതെടുത്ത് കളിക്കും. പിന്നെ ഇന്നൊരു കളിപ്പാട്ടുണ്ട്, അതിനും വെച്ച് കളിക്കും. പിന്നെ 3 പേർക്കും ഡ്രസ്സെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത്. റേംബോ കുട്ടി ഇപ്പോഴും ആ കളിപ്പാട്ടത്തിലേ ചുറ്റിക്കിടക്കാണ്. ഈ ചുവപ്പ് ഡ്രസ്സ് ഇട്ടതാണ് ശരിക്കും റോക്കിക്കുട്ടീൻ്റെ പിറന്നാൾ ഡ്രസ്സ്. പക്ഷെ അവനത് കൊള്ളാത്തതുകൊണ്ട് നമ്മൾ അവന് ഡ്രസ്സ് മാറ്റിയിട്ട് കൊടുത്ത്. ഈ ഡ്രസ്സ് റോമിക്ക് എടുത്താണ്, പക്ഷേ ഇത് ഇവനിക്ക് സെറ്റായത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ട്. പിന്നെ 3 പേരെ പിറന്നാളും നമ്മൾ ഇതേപോലെ തന്നെ വാടലിൽ വെച്ചിട്ടാട്ടോ അവർക്ക് ചോറൊക്കെ കൊടുക്കുക. 3 പേർക്ക് ഒരേപോലെ വെക്കുക, അല്ലെങ്കിൽ അവർക്ക് വിഷമാവുമല്ലോ. ചോറെല്ലാം റെഡി ചെയ്തിട്ട് അവർ 3 പേര് വിളിച്ചപ്പോൾ കീടെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു വീട്ടിൽ. 3 പേര് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി നോക്കുകയാണ്. പിന്നെ അവർക്കിങ്ങനെ ഇലയിൽ കൊടുക്കുന്നതുകൊണ്ട് ഇവർ ആലോചിക്കൊന്നുമില്ല എന്താ ഇങ്ങനെ കൊടുക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും എല്ലാവരും പിറന്നാൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതല്ലേ. റോക്കി ഇങ്ങനെ പിറന്നാൾ കുട്ടി അവന് ഇതിൻ്റെ കാട് ചിക്കനൊക്കെ മുഴുവൻ കൊടുത്താലേ അവന് ഒറ്റ കടിക്ക് അതെല്ലാം മുഴുവൻ തിന്ന് തീർക്കണം എന്നുള്ളൊരു ചിന്തയുള്ളവനാണ്. പിന്നെ റേംബോ കുട്ടി വളരെ പതിയെ കഴിക്കുള്ളൂ കേട്ടോ. അവൻ ആസ്വദിച്ച് കഴിക്കും. റോക്കി കുട്ടിയും റോമി കുട്ടിയും അങ്ങനെയല്ല. അവർക്ക് എന്ത് കയ്യിൽ കിട്ടിയോ അത് പെട്ടെന്ന് അത് ടേസ്റ്റ് എന്താണെന്ന് അറിയൊന്നും വേണ്ട, അങ്ങനെ വേണ്ടി മുഴുങ്ങണം. ഇതിപ്പോൾ അവൻ കാട കഴിച്ചുകൊണ്ടിരിക്കട്ടെ റോമിട്ടാൻ. പാവാണ്. അവൻ കഴിക്കുന്നത് എന്താന്നുള്ളത് റേംബോ കുട്ടി നോക്കുകയാണ്. എന്നിട്ട് അവൻ്റെ പാത്രത്തിലേക്ക് നോക്കും ആ ഒരു ഇത് നമുക്ക് ഉണ്ടോയെന്ന്. അതെ, അവൻ ആ വാളൻ്റെ ഇലയിൽ അറിയാതെ ചവിട്ടി പോയി പെട്ടെന്ന് കാലെടുത്താണ്ടാ. അവന് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇതിൽ അവൻ കാല് ചവിട്ടേയില്ല കേട്ടോ, ആ ഒരു ഇതിൽ. പിന്നെ അവൻ്റെ എല്ലാം കഴിച്ച് തീർന്നപ്പോൾ റോമി അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഇവൻ്റെ നമുക്ക് ഇനി കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, കുറച്ച് ചോറ് കറിയൊക്കെ, അതൊക്കെ നമുക്ക് തിന്നാച്ചിട്ട് അവിടെ നിന്ന് കുറേ നേരം നോക്കിക്കുന്നുണ്ട് അവന്. ഇനിയിപ്പോൾ കുറച്ചുണ്ട് അവൻ കൂടെ വെറുതെ, ഞാൻ പറഞ്ഞില്ല, അവന് നിന്നിട്ട് സമാധാനം കിട്ടാത്തതുകൊണ്ട് അവൻ വന്ന് അത് കണ്ടിട്ട് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പം അവനൊരു സൂത്രം ചെയ്യുന്ന ഇത് നമ്മൾ ഇവർക്കിന്ന് തനിയെ ഒരു കട ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഫുഡൊക്കെ വാങ്ങണം, അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ. അന്നേരം താറാവിൻ്റെ പൊരിച്ചൊരു ഇറച്ചി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാടി മാത്രം അവൻ മാറ്റി വെച്ചിട്ട് പിന്നെ റോമി ശരി കഴിച്ചോട്ട് ചേട്ടനല്ലേ വെച്ചിട്ട് അവൻ സമാധാനത്തോടെ നിൽക്കുകയാണ്. അവൻ ഇപ്പോൾ റോമി ഇതന്നെ ചാൻസ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആ പാത്രത്തിലുള്ള എല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോമി റോക്കിക്കുട്ടൻ പിന്നെതാ റേംബോ കുട്ടി പതിയെ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വളരെ പതിയെ കഴിക്കുള്ളൂ. ആ സമയത്തിൽ മറ്റു 2 പേരും പാത്രമെല്ലാം നക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇവൻ്റെ പാത്രത്തിനുള്ളിൽ കഴിച്ചിട്ട് വീണ്ടും അവിടെ പോയി നിൽക്കുകയാണ് റോമിയോ. ഇനി ഇവനെങ്ങാനും വല്ലതും ബാക്കി വെച്ചിട്ട്